രാഷ്ട്രീയമാക്കി യോഗി സർക്കാർ മഹാകുംഭമേള എന്ന കപട പ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് ഇപ്പോൾ വമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. മഹാകുംഭമേള അതിന്റെ പരിസമാപ്തിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ കോടിക്കണക്കിന് ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 50 കോടിയിലധികം ഭക്തർ കുംഭമേളയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 45 കോടി ഭക്തർ എത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭക്തർ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നതും. മഹാകുംഭമേളയുടെ അവസാന ദിവസമായ ഫെബ്രുവരി 26-നുള്ളിൽ തന്നെ 60 കോടി കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൗനി അമാവാസി ദിവസവും വസന്ത പഞ്ചമി ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് മൗനി അമാവാസിയിലായിരുന്നു. അന്ന് 8 കോടിയിലധികം പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തതും. മകരസംക്രാന്തിയിലും വസന്ത പഞ്ചമിയിലും യഥാക്രമം 3.5 കോടി ഭക്തരും 2.5 കോടിയിലധികം ഭക്തരും പങ്കെടുത്തു. ജനുവരി 30, ഫെബ്രുവരി 1 തുടങ്ങിയ മറ്റു ദിവസങ്ങളിലും 2 കോടിയിലധികം ആളുകൾ വീതം പങ്കെടുത്തിരുന്നു. പക്ഷേ പൂർണിമയിൽ 1.7 കോടിയിലധികം പേർ മാത്രമാണ് പങ്കെടുത്തതും. തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ സർക്കാർ ഒരുക്കിയിരിക്കുന്നതും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നിന്നും പരിപാടികൾ നിരീക്ഷിച്ചു വരികയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഫെബ്രുവരി 26-ന് മഹാകുംഭമേള അവസാനിക്കുകയും ചെയ്യും. അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റുകളും ജിഹാദി സംഘടനകളും ഒക്കെ തന്നെ മഹാകുംഭമേളയുടെ പവിത്രത കളഞ്ഞുകുളിക്കാൻ പഠിച്ച പണി 18 പയറ്റു നോക്കിയിരുന്നു. എന്നാൽ യോഗിയുടെ മുന്നിൽ അതൊന്നും വിലപ്പോയില്ല എന്നതാണ് അവർക്ക് തിരിച്ചടിയായതും. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പോലും യോഗി വരുത്തിയിരുന്നുമില്ല. നിരന്തരം ഡ്രോൺ സംവിധാനം വരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു 24 മണിക്കൂറും സ്നാനം നടക്കുന്ന ഘട്ടുകളിലെല്ലാം തന്നെ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, കുംഭമേള ലോക ജനശ്രദ്ധ നേടിയപ്പോൾ തന്നെ ചർച്ചാ വിഷയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്തുടരാവുന്ന മികച്ച ഭരണകൂട മാതൃക മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കൂട്ടം ജിഹാദികൾ ഉണ്ടാക്കിയ അപകടങ്ങൾ ഒഴിച്ചാൽ വൻ സുരക്ഷയാണ്, അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യത്തിൽ യോഗി സർക്കാർ ഏകോപിപ്പിച്ചു കൊണ്ടുപോയതും വളരെ നല്ല രീതിയിലാണ്. ഇവിടെ യോഗി ആദിത്യനാഥിന്റെ മികവ് എടുത്തു തന്നെ പറയേണ്ടതുമാണ്. ഇത്രയും വിശ്വാസികളെ ചേർത്ത് പിടിച്ചത് യോഗിയുടെ പവർ തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാനും സാധിക്കും. പ്രയാഗ്രാജിലെത്തിയ ഏതൊരാളെയും എത്രയും വലിയ ജനസഞ്ചയം എത്തിച്ചേരുന്ന മഹാ ഉത്സവത്തെ താത്രിക് മാനേജ്മെന്റിലൂടെ തന്നെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതിയും വിസ്മയിപ്പിക്കുന്നതാണ്. 1.5 മാസത്തിനിടയിൽ തന്നെ 50 കോടിയോളം വിശ്വാസികൾ ഇവിടം സന്ദർശിച്ചു മടങ്ങും. സനാതനധർമ്മം അടിസ്ഥാന ശിലയായിട്ടുള്ള ഭാരതത്തിന്റെ ആത്മീയ ഔചിത്യമെന്ന് വിളിച്ചോതുന്ന കുംഭമേള ത്രിവേണി സംഗമ ഭൂമിയിൽ യോഗി സർക്കാരിന്റെ താത്രിക് മാനേജ്മെന്റ് വൈവിധ്യത്തിന്റെയും ഋഷിവര്യന്മാരുടെ ആത്മിക പിൻബലത്തിന്റെയും എല്ലാത്തിലും ഉപരിയായി തന്നെ സർവേശ്വരന്റെ നിശ്ചയപ്രകാരവും അതിന്റെ പരിസമാപ്തിയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ വന്ന് ആത്മശാന്തി നേടി തിരിച്ചു പോകുമ്പോഴും 25 സെക്ടറുകളിലായി തിരിച്ചിരിക്കുന്ന ജില്ലയുടെ വിപുലമായ കുംഭമേള നഗരി 100% ശുചിത്വത്തോടെ തന്നെ നിലകൊള്ളുകയാണ്. 25 സെക്ടറുകളിലെയും റോഡുകളിലെ പൊടി മുതൽ സ്നാനഘട്ടിൽ വരെയുള്ള എല്ലായിടങ്ങളിലും സദാസമയവും പരിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മുടെ നാട് പിന്തുടരാവുന്ന മികച്ച ഭരണകൂട മാതൃകാ മാനേജ്മെന്റ് സംവിധാനം അപാരമാണെന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.